ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഞാനും അമ്മയും കൂടെയാണ് പോണത്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ തൊഴുതിട്ടൊക്കെ നമ്മൾ പോവുകയാണ്. അങ്ങനെ ഞാനമ്മ നമ്മൾ നടന്ന് ബസ് സ്റ്റോപ്പിൽ വന്ന് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോയത്. അങ്ങനെ ഞാനും അമ്മയും ബസ്സിലിരിക്കുകയാണ്. അങ്ങനെ അമ്മ എന്തൊക്കെ പറഞ്ഞു, ഞാനൊന്നും മൈൻഡ് ചെയ്തിരിക്കുകയാണ്. അമ്മ വീഡിയോ എടുക്കലെന്നാണ് പറയണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പഴവങ്ങാടി ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അത് വണ്ടിയിലായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറൊരു ബസ്സിൽ കയറി, അതിലാണ് നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തി. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എത്തിയത് ഏതാണ്ട് പൂജ ടൈമായി, 12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി. പിന്നെ അങ്ങോട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. തൊഴുതിറങ്ങിയിട്ട് അവിടെ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും ഇല്ല, ഏതൊക്കെ ചൊവ്വ ബുധൻ അങ്ങനത്തെ ഏതൊക്കെ ദിവസങ്ങളേ ഉള്ളൂ. അങ്ങനെ ഞാനും അമ്മയും അവിടെ പോയി അത് കഴിച്ചു. നമ്മൾ കഴിച്ചിട്ട് വന്നപ്പോൾ ഏതാണ്ട് 1 മണിയായിട്ട്. അങ്ങനെ കോവിലൊക്കെ അടച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞാനും അമ്മയും കൂടെ അവിടെയൊക്കെ ഇരുന്ന്, അധികം തിരക്കില്ല, ഏതായാലും മീഡിയം തിരക്കുണ്ട് കേട്ടോ. എന്നാലും അങ്ങനെ നമുക്ക് അവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ക്ഷേത്രക്കുളത്തിൽ പോയി അവിടെ മീനൊക്കെ നോക്കി. ഒരുപാട് മീനുണ്ട് കേട്ടോ, ശരിക്കും മീനുണ്ട്, അത് നല്ല വലിയ മീനുകളും. എന്നിട്ട് പിന്നെ ഞാനും അമ്മയും നടന്ന് പോവുകയാണ് ബസ്സിൽ. ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ടാണ് ബസ് കയറി നമ്മൾ കിഴക്കേക്കോട്ട പോയി ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീട്ടിൽ പോയുള്ള ബസ്സിൽ പോകുള്ളത്. അങ്ങനെ ഞാനും നടന്ന് പോവുകയാണ്. അങ്ങനെ എന്തൊക്കെ അമ്മ പറയണം. അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മൾ പോയത് ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. ചേച്ചിയുടെ വീട് ഇവിടെ പൂജപ്പുരയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോകുന്നത് വെച്ചാൽ അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ്. പിന്നെ വാവച്ചിക്ക് കുറച്ച് സ്നാക്സും അതൊക്കെ കൊണ്ട് നമ്മൾ പോവുകയാണ്. ഇതാണ് ചേച്ചിയുടെ വീട്ടിൽ പോകണ വഴി. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് ഞാനും അമ്മയും. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ ചേച്ചിയുടെ വീട്. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തി. നമ്മളെ കണ്ടതും ചാരൂസ് ഓടി വന്ന് അത് അമ്മയുടെ അടുത്ത് പോയി. അമ്മ എടുത്ത്. അങ്ങനെ ചാരൂസിന് വയ്യായിരുന്നില്ല 2 ദിവസം കൊണ്ട്. ഇപ്പോൾ ചാരൂസ് കുറഞ്ഞ് നല്ല കുട്ടിയായിട്ട് വന്നതേ ഉള്ളൂ. അങ്ങനെ ചാരൂസ് അവിടെ ഇരുന്ന് കസാര ഇരുന്ന് ബോളൊക്കെ എറിഞ്ഞ് കളിക്കാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ സംസാരിച്ച്. ഇതാണ് ചേച്ചിയുടെ അമ്മ കേട്ടോ, ചേട്ടൻ്റെ അമ്മ. അങ്ങനെ പിന്നെ ഞാൻ ചാരുവിൻ്റെ കളിപ്പാട്ടൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് ചുമ്മാ കണ്ടപ്പോൾ കളിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളവിടെ ചേച്ചിയുടെ വീടിൻ്റെ ബാക്ക് സൈഡ് വിളയാണ് കേട്ടോ. ആ വിളയുടെ അവിടെയൊക്കെ നിന്ന് ചേച്ചി അവിടെ തീ എത്തിക്കണം. നമ്മളും ചുമ്മാ അവിടെയൊക്കെ നിന്ന് ചാരൂസിനെ കുറേ കോപ്രത്തനാണ് കണ്ട് അങ്ങനെ നിന്ന്. ഈ മരം കണ്ട, ഇത് ഞാൻ അന്ന് ഷോർട്സിൽ ഇട്ടിരുന്നില്ലേ, കൊക്കപ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ. ഇത് കരിമ്പാണ്. കരിമ്പ് ആയിട്ടില്ല, അത് ആയി വരണതേ ഉള്ളൂ. അങ്ങനെ ചാരൂസ് അവിടെ കിടന്ന് ഓരോ കോപ്രത്തനാണ് കാണിക്കാനായിട്ടാ. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് എല്ലാവരും നിൽക്കുന്ന വീഡിയോയും അങ്ങനത്തൊക്കെ ചുമ്മാ ഒന്ന് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചാരുവിൻ്റെ അച്ചാമ്മ അവിടെ സൈഡിൽ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ചാരൂസ് എടുത്ത് തറയിലിട്ടിട്ട് തിരിച്ചെല്ലാം പറക്കി വെക്കുകയാണ്. എന്നിട്ട് ഒരു ചിരിയെല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മളെല്ലാം കുറച്ച് നേരം അവിടെ ഇരുന്ന്. ചാരൂസ് എവിടെ നിന്ന് ഒരു കമ്പ് എടുത്തുകൊണ്ട് വന്ന് ചേച്ചിയുടെ മണ്ടയ്ക്കൊക്കെ അടിക്കുകയാണ്. ചേച്ചി എല്ലാം പിടിച്ച് വെച്ച് കളയണം. പിന്നെ അതിനിടയ്ക്ക് അച്ഛൻ വന്നു. പിന്നെ അച്ഛൻ വന്നപ്പോൾ ചാരൂസിൻ്റെ എക്സ്പ്രഷനാണ് ഇത് കേട്ടോ. ആട്ടോ ബൈക്ക് അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വണ്ടി വന്നതിൻ്റെ ആ ഒരു ഇതാണ്. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ വന്ന് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഇരുന്നിട്ട് അച്ഛൻ ഞങ്ങളെ കൂടെ അങ്ങ് വീട്ടിൽ വരാൻ വേണ്ടി ഞങ്ങളെ കൂട്ടാൻ വന്നതാണ്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഞങ്ങൾ പോകുമ്പോൾ ചാരൂസിന് എപ്പോഴും കരച്ചിലാണ് ഞങ്ങളെ കൂടെ വണ്ടിയിൽ വരാനും അതിനൊക്കെ. അങ്ങനെ ഇപ്പോൾ അച്ചാമ്മ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അച്ചാമ്മയുടെ കൂടെ പോകാൻ വേണ്ടി വലിയ കരച്ചിലില്ലാതെ നിൽക്കുകയാണ്. ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പോവുകയാണ്. അപ്പോഴും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വയ്ക്കുന്നു. അടുത്ത വീഡിയോയുമായി വരാം. ബൈ ബൈ.